ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നമുക്ക് മാവേലിയുടെ കളറിങ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ സ്കെച്ച് എടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് നമുക്കിവിടെ മാവേലിയുടെ കൊടയുടെ മുകൾ വശം നമുക്ക് അടിക്കാം. സ്കെച്ച് പതിയെ പതിയെ ഒരേ ഡയറക്ഷൻ നമുക്ക് അടിക്കാം. പതിയെ പതിയെ കവർ ചെയ്യുക, ഫില്ലപ്പ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി ഞാൻ ചെറിയ ഡാർക്കൻ ചെയ്യുന്നുണ്ട്. നമുക്ക് താഴെയുള്ള ആ കൊടയുടെ ഉൾഭാഗം നമുക്ക് കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രൗൺ കളർ വെച്ചിട്ട് പതിയെ പതിയെ ഷെയ്ഡിങ് ചെയ്യുക. കളർ ചെയ്ത് ഇവിടെ റെഡിയാക്കി എടുക്കുക. ഓക്കെ, നമുക്കിനി ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് നമുക്കിവിടെ ഫുള്ളായിട്ട് ബോർഡർ നമുക്കൊന്ന് കൊടുക്കാം. ആ ബോർഡർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡാർക്ക് ബ്രൗൺ കളർ സ്കെച്ച് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ ജസ്റ്റ് ഉള്ളിലത്തെ ഡീറ്റെയിൽസ്, ആ കുടയുടെ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് വിടുക. പിന്നെ ആ ബോർഡറൊക്കെ ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്ത് വിടുക. മുകൾ വശത്തെ ആ ഓലക്കൊടിയുടെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആ മുകളിലേക്ക് നമുക്ക് വേണേൽ ബോർഡറൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്തു വിടുക. ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഉള്ളത്തെ ചെറിയ സർക്കിളൊക്കെ ഒന്ന് വരച്ച് വിടുക. ലൈറ്റായിട്ട് 2-3 സർക്കിളൊക്കെ ജസ്റ്റ് ഉള്ളത്തെ ജസ്റ്റ് ഒരു ഒന്ന് കാണിക്കുക. അപ്പോൾ നമ്മൾ കുടയൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കിരീടത്തേക്ക് കിടക്കാം. കിരീടം നമുക്കിവിടെ ഫസ്റ്റായിട്ട് യെല്ലോ കളർ സ്കെച്ച് എടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വിടാം കിരീടത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻസ് വരക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഉള്ളിലത്തെ ചെറിയൊരു സ്ഥലത്തൊക്കെ നമ്മൾ റെഡ് കൊടുക്കുന്നുണ്ട്. അവിടേക്കാണ് റെഡ് വേണ്ട, അവിടെയൊക്കെ ജസ്റ്റ് റെഡ് കൊടുക്കുന്നുണ്ട്. കിരീടത്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾ യെല്ലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് ഫുള്ളായിട്ടൊന്ന് ഡാർക്കൻ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുങ്ങനെ ഡാർക്കൻ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുങ്ങനെ കറക്റ്റായിട്ട് ജസ്റ്റ് ഷെയ്ഡോസൊക്കെ കൊടുത്തിട്ട് കറക്റ്റായിട്ട് കിരീടത്തിൻ്റെ ആ ഒരു ഷെയ്ഡിങ്സ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ഡിസൈനൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഉൾഭാഗത്ത് കിരീടത്തിൻ്റെ ഉള്ളിൽ. ഓക്കെ, ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് ബോർഡർ ഇട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. നമ്മൾ കിരീടം നമുക്ക് ഏകദേശം നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഫേസിലേക്ക് എടുക്കാം. ഫേസിൽ നമുക്കൊരു ലൈറ്റ് ഒരു സ്കിൻ കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഓറഞ്ച് എടുത്തിട്ട് നമുക്കിവിടെ മുഖത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു വിടുക. സ്കെച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ശരീരത്തിൻ്റെ ഭാഗത്ത് നമുക്കിവിടെ കൊടുക്കാം. ലൈറ്റ് ഒരു ഓറഞ്ച് കളറുണ്ട്. ലൈറ്റ് ഒരു സ്കിൻ ടോൺസ് എടുത്തിട്ട് പതിയെ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. 2 കളറും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് യെല്ലോയും അതുപോലെ തന്നെ സ്കിൻ കളറും നമ്മൾ 2 കളറും ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പതിയെ ഞാൻ സ്കിൻ ടൂണിനൊക്കെ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ആ ഷെയ്ഡിങ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ ഭാഗത്ത്, അതുപോലെ മൂക്കിൻ്റെ ഭാഗത്ത്, ചുണ്ടിൻ്റെ താഴ്ഭാഗത്ത്, താടിയുടെ ഭാഗത്ത്, പിന്നെ ആ ചെസ്റ്റിൻ്റെ എവിടെയൊക്കെയാണോ ഷെയ്ഡോസ് വരുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണിക്കാം. ആ വിരലൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുക. പിന്നെ ഒരു സൈഡ് ജസ്റ്റ് ഡാർക്കൻ ചെയ്യുക. പിന്നെ ഇവിടെ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കുക കൈയുടെ ഭാഗത്ത്, ചെസ്റ്റ്. പിന്നെ ചുണ്ട് ഞാൻ റെഡ് കൊടുത്തു. പിന്നെ മീശ നമുക്കൊന്ന് കട്ട് ചെയ്യേക്കാം. ബ്ലാക്ക് വെച്ചിട്ട് സ്കെച്ച് വെച്ചിട്ട് ബ്ലാക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം. കണ്ണും അതുപോലെ പിരികും റെഡിയാക്കാം. പിന്നെ മുടിയുടെ പോർഷൻസും നമുക്ക് വരച്ചെടുക്കാം. കറക്റ്റായിട്ട് മുടിയും നമുക്ക് നല്ല രീതിയിൽ വരച്ചെടുക്കാം. മുടിയും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു കളർ പെൻസിൽ എടുത്തിട്ട് ബ്രൗൺ കളർ പെൻസിൽ എടുത്തിട്ട് ഒന്നുകൂടി നമുക്ക് ആ സ്കിൻ ടൂൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എവിടേക്കാണോ ഡാർക്ക് വേണ്ടത് അവിടെയൊക്കെ ജസ്റ്റ് ഡാർക്കൻ കൊടുത്തിട്ട് പതിയെ അധികം പ്രഷർ ചെയ്യാതെ ലൈറ്റായിട്ട് ഷെയ്ഡിങ്സ് കൊടുക്കുക. പിന്നെ ഓറഞ്ച് ഷെയ്ഡും കൊടുക്കുക. ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ഓറഞ്ച് ഷെയ്ഡും കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്കിൻ ടൂൺ ലൈറ്റായിട്ട് കിട്ടും. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ്സ് കൊടുക്കുക. ഓറഞ്ച് ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. കൈയുടെ ഭാഗത്തും ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുക. അതുപോലെ ചെസ്റ്റ്, ലെഫ്റ്റ് സൈഡിലെ ഹാൻഡ്, കൈ, എല്ലാ ഭാഗത്തും നമ്മുടെ ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൗൺ, കുറച്ചുകൂടി ഡാർക്കില്ല ബ്രൗൺ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഡാർക്ക് ചെയ്യാം. കട്ടിയായിട്ടൊന്ന് എവിടേക്കാണ് കുറച്ചുകൂടി കട്ടി വേണ്ടത് അവിടേക്കാണ് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ചെറിയൊരു സ്കിൻ ടൂൺസിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ഭാഗത്തും നമ്മൾ കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡ് വെച്ചിട്ട് ആ കുറി ഒന്ന് വരച്ചിട്ടുണ്ട്. പിന്നെ കിരീടം നമുക്കൊന്നുകൂടി ബ്ലാക്ക് വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ഒരു ലുക്ക് വരുത്തിക്കാം. ഫുള്ളായിട്ട് നമുക്ക് ബോർഡർ വരച്ച് കൊടുക്കുക. കിരീടത്തിന് ഫുള്ളായിട്ട് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി നമുക്ക് സെറ്റാക്കി എടുക്കാം കിരീടം. ഓക്കെ, നമുക്കിവിടെ
കൺപിരികം, മീശ എല്ലാം നമുക്കൊന്ന് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബോർഡറൊക്കെ ഇട്ട് കറക്റ്റായി ഫിനിഷിംഗ് ആയിട്ട് വരക്കാൻ പറ്റുന്നതാണ്. ചുണ്ട്, അതുപോലെ തന്നെ താടിയുടെ ഭാഗം എല്ലാം നമുക്കിവിടെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഫിനിഷിങ് കൊടുക്കുക. കാതിലൊക്കെ ജസ്റ്റ് വരയ്ക്കുക. പിന്നെ മുടി തെറിച്ചിരിക്കുന്ന ചെറിയ മുടികളൊന്ന് വരയ്ക്കുക. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗം, അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷിംഗ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഒന്ന് ബോർഡർ കൊടുക്കുക. ബാക്കി വരുന്ന മാലയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് വരച്ചു. അതിനുശേഷം നമ്മുടെ യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. എല്ലാം ഗോൾഡൻ മാലയുടെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി യെല്ലോ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. പിന്നെ നമുക്കിവിടെ ജസ്റ്റ് ഡാർക്ക് യെല്ലോ എടുത്തിട്ട് ഒന്നുകൂടി നമുക്കിവിടെ ഷേഡോസ് കൊടുക്കാം. പിന്നെ ഒരു റെഡ് സ്കെച്ച് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള മുത്തുകളൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കാം. ബാക്കി വരുന്ന തിളങ്ങി നിൽക്കുന്ന ചെറിയ ചെറിയ സ്വർണ്ണമാലയൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു വിടുക. ഓക്കെ, അതൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ ബ്രൗൺ ഷെയ്ഡ് ഒന്നുകൂടി നമുക്ക് ഡാർക്കൻ ചെയ്യാം. കൈയുടെ ഭാഗം, അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഡാർക്കൻ ചെയ്തിട്ടുണ്ട്. ബാക്കി വിരലൊക്കെ ഒന്ന് വരച്ചു വിടുക. വിരലും വരച്ചു, അതുപോലെ തന്നെ കൈയും നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവേലി ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂമിലേക്ക് നീങ്ങാം. നമുക്കിവിടെ സ്കൈ ബ്ലൂ എടുത്തിട്ടുണ്ട്. സ്കൈ ബ്ലൂ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ആ ക്ലോത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഷെയ്ഡിങ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. പതിയെ പതിയെ നമുക്കിവിടെ വരച്ചിവിടെ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ഒഴിച്ചു വിടുക. ഗ്യാപ്പിലൊക്കെ ജസ്റ്റ് യെല്ലോസ് ഷെയ്ഡിങ്സ് നമുക്ക് കൊടുക്കുക. പിന്നെ നമ്മുടെ അരപ്പട്ട, മാവേലിയുടെ അരപ്പട്ട ജസ്റ്റ് ഒന്ന് യെല്ലോ ഷെയ്ഡ് കൊടുക്കുക. പിന്നെ ഒരു ജസ്റ്റ് ഡാർക്കൻ ഓറഞ്ച് വെച്ചിട്ട് ഒരു ഷെയ്ഡ്സ് കൊടുക്കുക. കോർണറിന് ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡും കൊടുക്കുക. പിന്നെ ഡീറ്റെയിൽസ് ഒന്ന് വരച്ചു വിടുക. പിന്നെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഡോട്ട് ഇടുക. റെഡ് സ്കെച്ച് വെച്ചിട്ടൊന്ന് ഡോട്ട് ഇട്ട് വിടുക. പിന്നെ നമുക്ക് ബാക്കി വരുന്ന ആ ക്ലോത്തിൻ്റെ പോർഷൻസ് സ്കൈ ബ്ലൂ വെച്ചിട്ട് ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്തെടുക്കാം. സ്കെച്ച് ചെയ്ത് പിന്നെ ആ കരയുടെ ഭാഗം നമുക്ക് വിടണം. കരയുടെ ഭാഗം നമുക്ക് യെല്ലോ ഷെയ്ഡ് കൊടുക്കേണ്ടതാണ്. പിന്നെ ബാക്കി വരുന്നതിനകത്ത് ഒന്നുകൂടി നമുക്ക് ഡാർക്ക് ആൻഡ് ബ്ലൂ എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. ആ മടക്കുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയ്ഡോസായി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഡാർക്കൻ ഷെയ്ഡ് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് വരച്ച് വിടുക. ഓക്കെ, നമുക്കിപ്പോൾ ക്ലോത്ത് ചെറിയൊരു ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന കരഭാഗത്തൊക്കെ നമുക്കിവിടെ യെല്ലോ ഷെയ്ഡ് ഒന്ന് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ താഴോട്ട് വരുന്ന ആ ക്ലോത്തിലും നമുക്ക് ഈ ജസ്റ്റ് യെല്ലോ കരയൊക്കെ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്ന് യെല്ലോ ഷെയ്ഡ് കൊടുക്കുക. പിന്നെ കരയുടെ ഭാഗത്തൊക്കെ ജസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ലൈൻസ് ഇട്ടിട്ട് പോവുക. ഓക്കെ, ബാക്കി വരുന്ന ഭാഗത്തും സെയിം പ്രോസസ്സ് ചെയ്യാം. നമുക്കിവിടെ ഈ കരയൊക്കെ ജസ്റ്റ് ഒരു സൈഡ് മാത്രം ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ലൈൻസ് ഇട്ടിട്ട് കാണിക്കാം. പിന്നെ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് യെല്ലോ ഷെയ്ഡ് ടച്ച് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഡാർക്ക് ആകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് പിങ്ക് കളർ എടുക്കാം. പിങ്ക് കളർ എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുക. കുറച്ചൊരു ഭാഗം ഗ്യാപ്പ് കൊടുക്കുക. അവിടെ നമുക്ക് യെല്ലോ ഷെയ്ഡ് കൊടുക്കുക. പിന്നെ നമുക്ക് റെഡ് ഷെയ്ഡ് കൊടുക്കാം. താഴോട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് റെഡ് ഷെയ്ഡ് കൊടുക്കുക. പിന്നെ നമുക്ക് ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് ഒന്നുകൂടി നമുക്കിവിടെ കവർ ചെയ്യാം. പിന്നെ നമുക്ക് യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ക്ലോത്തിൻ്റെ. പിന്നെ ബാക്കി വരുന്ന ഭാഗം ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസ് ഇടാം. ഔട്ട്ലൈൻസ് ഇട്ടിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗത്തൊക്കെ കറക്റ്റായിട്ട്. പിന്നെ സ്കൈ ബ്ലൂ വെച്ചിട്ട് ബാക്കി വരുന്ന ബാലൻസ് ക്ലോത്തിനും നമുക്കിവിടെ ചെയ്യാം. പിന്നെ യെല്ലോ വെച്ചിട്ട് നമ്മുടെ ബോർഡർ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡും ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ലൈൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കാല് വരക്കാം. കാല് സ്കിൻ ടൂൾസ് ജസ്റ്റ് വരക്കുന്നുണ്ട്. കളർ കൊടുക്കുന്നു. ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഫിനിഷിംഗ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് നമുക്കിവിടെ താഴത്തെ ചെരുപ്പുകളും അതുപോലെ തന്നെ കാലിൻ്റെ ആ പോർഷൻസും ജസ്റ്റ് ഒന്ന് ഷെയ്ഡോസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ പൂണുനൂല് ജസ്റ്റ് ഒന്ന് വരക്കാം. ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡിലാണ് വെച്ച് വരയ്ക്കുന്നത്. ആക്ച്വലി വൈറ്റ് വരക്കണം. വൈറ്റ് നമുക്ക് തെളിയാത്തതുകൊണ്ട് നമ്മുടെ ബ്രൗണിൽ വെച്ച് വരയ്ക്കുന്നുണ്ട്. ബാക്കി ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ടൊരു ബോർഡർ കൊടുത്തു വിടുക. അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. ബാക്കി വരുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മാവേലി തമ്പറിന് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു മാവേലിയുമായിട്ട് വരുന്നവരൊക്കെ വണക്കം.